നിങ്ങളിവിടെ ഒരു പുലിയെ കാണുന്നുണ്ടോ? നമ്മൾ ഈ പുലിമടയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലൊരു സ്ഥലമാണ് കേട്ടോ. भैया कुछ नहीं करने का है. ഇവിടെ ഒരു മ്ലാവിനെ നമുക്ക് കാണാം. അത് അലേട്ടാണേ, വാല് പൊക്കി നിർത്തിയേക്കുന്നുണ്ടോ. സോ നമ്മൾ മുമ്പേ കണ്ട കടുവ ഉറപ്പായിട്ടും അതിനകത്തുണ്ടത് അവിടുന്ന് മൂവ് ആയിട്ടുണ്ടാവില്ല. യാത്രകളെന്നും അതിമനോഹരമാണ്. പുതിയ കാഴ്ചകൾ തേടിയുള്ള യാത്രകൾ സമ്മാനിക്കുന്നത് ജീവിതത്തിൻ്റെ ഏടുകളിലേക്ക് എഴുതി ചേർക്കുവാൻ തക്കവണ്ണം കുറേയധികം നിറമുള്ള ഓർമ്മകളാണ്. ഫോട്ടോഗ്രാഫിക്ക് മാത്രമല്ല, ഈ ഓർമ്മകൾക്കും കാലത്തെ പിടിച്ചു നിർത്തുവാനൊരു കഴിവുണ്ട്. വഴിയറിയാത്ത ഇടങ്ങളിലൂടെ നാം സഞ്ചരിച്ചെത്തുന്നത് നാം കാണുവാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകളിലേക്കാണ് എങ്കിൽ ആ ഒരു യാത്ര എത്രമാത്രം മനോഹരമായിരിക്കുമല്ലേ. വാണ്ടർല സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പെഞ്ച് ടൈഗർ റിസർവിലാണ്. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമായി പരന്നു കിടക്കുന്ന വലിയൊരു കാടാണ് പെഞ്ച്. ആദ്യമായിട്ടാണ് പെഞ്ചിലേക്ക് എത്തുന്നത്. അങ്ങനെ നമ്മുടെ ഫോറസ്റ്റ് ഡയറിയയിൽ പുതിയൊരു സ്ഥലപ്പേര് കൂടി എഴുതി ചേർക്കുകയാണ്. വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് കാടിനുള്ളിലേക്ക് പോകുന്നത്. കാര്യം ഇത് നമുക്കൊരു പുതിയ കാടാണ്. എന്തൊക്കെ കാഴ്ചകളാണ് കാട് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. 6ഓളം സഫാരികളാണ് പെഞ്ചിൽ നമ്മൾ എടുക്കുന്നത്. എന്താണേലും ഇനിയുള്ള കാഴ്ചകൾ ഫോറസ്റ്റിൻ്റെ ആംബിയൻസോട് കൂടി തന്നെ നമുക്ക് കാണാം. റിസപ്ഷനിൽ നിന്ന് കുറച്ചധികം ദൂരം നമ്മൾ വില്ലേജ് വഴി യാത്ര ചെയ്തിട്ട് മെയിൻ ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സില്ലാരി ഗേറ്റാണ്, മഹാരാഷ്ട്ര സോണാണ്. 4 മണിക്കൂറോളമാണ് സഫാരി വരുന്നത്, കോർ സോണാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ സഫാരി എങ്ങനാകും എന്താകും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്താണേലും നല്ല നല്ല കാഴ്ചകൾ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ 6 സഫാരികളാണ് പെഞ്ചിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ 4 ഡേ സഫാരിയും 2 നൈറ്റ് സഫാരിയുമാണ്. മൊത്തം 4 സോൺസാണ് കേട്ടോ നമ്മൾ കവർ ചെയ്യുന്നത്. അതിൽ മഹാരാഷ്ട്ര സോണിൽ വരുന്നത് ഈ സില്ലാരി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ മധ്യപ്രദേശിലാണ്. പെഞ്ചിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു ഗേറ്റ് വരുന്നത് തൂരിയ ഗേറ്റാണ്. അവിടെ മോർണിംഗ് സഫാരി 5 മണിക്കൂറുണ്ട്. നമ്മൾ മോർണിംഗ് സഫാരി തൂരിയയിലും എടുക്കുന്നുണ്ട്. അഗാധമായ അല്ലെങ്കിൽ ഗാഢ പ്രണയത്തിൻ്റെ പ്രതീകമായിട്ട് കാണുന്ന ഒരു പക്ഷിയാണ് കേട്ടോ ഇത്. പേര് റൂഡി ഷെൽഡക്ക്. മലയാളത്തിൽ തങ്കത്താറാവെന്നും അല്ലെങ്കിൽ ബ്രാഹ്മണിത്താറാവെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇവർക്ക് ഇങ്ങനൊരു സ്ഥാനം കിട്ടാനുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാലും എപ്പോഴും ഇണയുമായിട്ടാണ് ഇവർ നടക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇവരെ ഗാഢ പ്രണയത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെ പറയുന്നത്. ഒരു കൂട്ടം വാട്ടർ ബേഡ്സിനെ കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇവരെ കാണാനായിട്ട്. ഇവരെപ്പോഴും ഒരു കൂട്ടമായിട്ടാണ് കേട്ടോ കാണാറുള്ളത്. ഇവരുടെ മലയാളത്തിലെ പേര് പച്ചേരണ്ട എന്നാണ്, ഇംഗ്ലീഷിൽ കോട്ടൺ ടൈൽസ് എന്ന്. പേര് പോലെ തന്നെ ഒരു പഞ്ഞിക്കെട്ട് പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കാണാനായിട്ട്. കേരളത്തിൽ കാണുന്ന ഏറ്റവും ചെറിയ എരണ്ടകൾ ഇവരാണ്. കാട്ടിൽ അല്ലെങ്കിൽ നാട്ടിലൊരു വാട്ടർ ബോഡി ഉണ്ട് എങ്കിൽ അതിനോട് ചേർന്ന് നമുക്ക് നിരവധി പക്ഷികളെ കാണാൻ സാധിക്കും. അത് കാട്ടിലായാൽ പക്ഷികളെ മാത്രമല്ല ഒരുപാട് ആനിമൽസിനെ കാണാൻ സാധിക്കുമേ. നോക്കി, ഒരു കന്യാസ്ത്രീക്കൊക്കെ ഇവൻ്റെ ദേഹത്തേക്ക് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ അതിഭീകര ഭംഗിയുള്ള പക്ഷിയാണ്. ഇംഗ്ലീഷിൽ വൂളി നെക്ഡ് സ്റ്റോർക്ക് എന്നാണ് കേട്ടോ പേര് വരുന്നത്. ഇതും കൂടുതലും ഇണയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. മറ്റൊരാൾ മാറി നടപ്പുണ്ടേ. ഇപ്പോൾ നമ്മൾ കവർ ചെയ്തത് പെഞ്ച് റിവറിൻ്റെ ഭാഗമാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ബേഡ്സിനെയൊക്കെ കണ്ടത്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ആനിമൽ സൈറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. സോ നമ്മൾ അവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സ് റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നേ. വാവ്, 8-10 ഉണ്ട് കേട്ടോ. വൈൽഡ് ഡോഗ്സിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ഇവരെപ്പോഴും ഒരു പായ്ക്കായിട്ടാണ് നടക്കുന്നത്. 1-2 എണ്ണത്തിനെയൊക്കെ നമ്മൾ അപൂർവമായിട്ടാണ് കേട്ടോ കാണുന്നത്.
രാവിലെ ഹണ്ടിങ്ങിന് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു കേട്ടോ. റോഡ് ക്രോസ് ചെയ്യാൻ വന്നപ്പോഴത്തേനാണ് വണ്ടികളെല്ലാം കൂടെ വന്നത്. കാട്ടിലെ രാജാവ് കടുവയാണെങ്കിലും ഇവരൊരു പായ്ക്കായിട്ട് വന്നു കഴിഞ്ഞാൽ കടുവയൊന്നും ഇവരുടെ ഫ്രണ്ടിൽ നിൽക്കാറില്ല, ഓടിപ്പോത്തേ ഉള്ളൂ. നോക്കി ഇത്രയും വണ്ടി കിടന്നിട്ടും അമ്മമാർ റോഡിലേക്ക് തന്നെ ഇറങ്ങി. അതാ റോഡിൽ കൂടെ പോവാണ് കേട്ടോ. ഫ്രണ്ടിൽ വേറെ വണ്ടിയുണ്ട്, ഞങ്ങളുടെ ബൈക്കിൽ വേറെ വണ്ടിയുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. എല്ലാവരും ഒരിടത്ത് തന്നെ മൂത്രം ഒഴിക്കുന്ന നോക്കി. എല്ല് തപ്പി എടുത്തു കേട്ടോ. ഇല്ലല്ല, നമ്മൾ വന്ന വഴിക്കാണ് കേട്ടോ ഇവർ പോകുന്നത്. ഞങ്ങൾ റിട്ടേൺ ഇവരുടെ പിന്നാലെ വന്നതാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മ്ലാവിൻ്റെ കൂട്ടമുണ്ട്. ഒരു പക്ഷേ ഇവരവിടെ എത്തിയാലും നമുക്കൊരു ഹണ്ട് കാണുമായിരിക്കും. രാവിലെ അല്ലേ, ഒരു പക്ഷേ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോകുന്നതാണ്. ഇവർ കുറേ സ്ഥലത്ത് വെയിറ്റ് ചെയ്തും കുറച്ച് നേരം ഒന്ന് എൻ്റർടൈനൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇവർ പതിയെ മുമ്പോട്ട് പോകുന്നത്. കാര്യമായിട്ട് വിശപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കുറേ സമയം ഇവരുടെ പിന്നാലെ വന്നെങ്കിൽ ഇവർ പ്ലാവിൻ്റെ അടുത്തേക്ക് പോയില്ല. സോ നമ്മൾ തിരിച്ച് നമുക്ക് പോകേണ്ട വഴിക്ക് പോവുകയാണ്. ഇതിവിടുത്തെ ഒരു ബാംബു ഫോറസ്റ്റാണ്. ഇതിനകത്ത് എപ്പോഴും കടുവ കാണുമെന്നാണ് ഗൈഡ് പറഞ്ഞത്. നല്ല രസമാണ് ഇതിനകത്തൂടെ ട്രാവൽ ചെയ്യാനായിട്ട്. റോഡിന് ഇരു സൈഡിലായിട്ടും ബാംബൂസ് വളർന്നിങ്ങനെ ഒരു ടണൽ പോലാണ് ഫീൽ ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനും. ഏകദേശം 2 കിലോമീറ്ററോളം നമുക്ക് ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യാനായിട്ടുള്ളത്. അതിനിടയ്ക്ക് ഒരു പക്ഷേ നമുക്ക് ഇവർ പറഞ്ഞ പോലെ കടുവയെ കാണാൻ പറ്റിയേക്കാം. ബാംബു ഫോറസ്റ്റിൻ്റെ അകത്ത് നമുക്ക് ജീവനുള്ള ഒന്നിനെയും തന്നെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ജ്യോതിയും വന്നില്ല, ഒരു തീയും വന്നില്ല എന്ന് പറയുന്നത്. കുറച്ച് സമയം അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു. പുറത്തിറങ്ങിയതാ നമ്മളല്ലാത്ത റൂട്ടിൽ കൂടെ പോവുകയാണേ. കാടിനകത്തുള്ള വാട്ടർ സോഴ്സൊക്കെ ഇതാ ഇതുപോലെ പതിയെ പറ്റി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മരങ്ങളൊക്കെയും ഇല പൊഴിച്ച് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാട്ടുകോഴികളുടെ ഒരു കൂട്ടത്തെ കണ്ടോ. നമ്മുടെ കാടുകളിൽ കാണുന്നത് ഗ്രേ ജംഗിൾ ഫാളാണെങ്കിൽ ഇവർ റെഡ് ജംഗിൾ ഫാളാണ് കേട്ടോ. ആ പൂവിൻ്റെ ഒരു ഭംഗി നോക്കി. ഞാൻ ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു കൂട്ടമാണ്. നമുക്ക് നല്ല പെടകളെയും അതുപോലെ തന്നെ നല്ലൊരൊത്ത പൂവനെ ഇവിടെ കാണാവേ. ചെറിയ കൂട്ടമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു പൂവനൊക്കെ ഈ കൂട്ടത്തിൽ കാണത്തുള്ളൂ. ചിലപ്പം ആ ഒരു കൂട്ടം വലുതാണെങ്കിൽ 2-3 പൂവന്മാരൊക്കെ ഒരു കൂട്ടത്തിൽ കാണാൻ സാധിക്കും. എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ കോഴിയുടെ ഏകദേശം സെയിമാണ്. നമ്മുടെ കാടുകളിൽ കാണുന്നത് അങ്ങനെയല്ല കേട്ടോ, പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. പക്ഷേ ഇവർ ഏകദേശം നാടൻ കോഴിയെ പോലെ തന്നെ ഇരിപ്പുണ്ട്. അത്രയും സൈസും രൂപമൊക്കെ അങ്ങനെ തന്നെയാണ്. ഒപ്പം തന്നെ ഇവരുടെ സൗണ്ട് ശ്രദ്ധിച്ചു, അതും ഏകദേശം നമ്മുടെ നാട്ടിൽ കാണുന്ന കോഴികളുടെ അതേ ശബ്ദമാണ്. പാതിരാക്കോഴി വിളിപ്പതും കേൾക്കാതെ പാടത്ത് പുഞ്ചയ്ക്ക് തേവുന്ന 2 പേർ. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? അതിൽ പറയുന്നത് കാലൻ കോഴിയെക്കുറിച്ചാണ്. ദാ ഈ ഇരിക്കുന്ന ഒരാളാണ് കേട്ടോ കാലൻ കോഴി, വുഡ് ഔൾ. നാട്ടിലിവർക്ക് പല പേരാണ്. കാലൻ കോഴി, നെടിലാൻ, തച്ചൻ കോഴി, അങ്ങനെ പോകുന്നു. ഇവരുടെ ശബ്ദം അങ്ങ് കിലോമീറ്ററുകളോളം കേൾക്കാൻ പറ്റും. ഇവർ ഒരിടത്തിരുന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ ഇവരുടെ 2-3 കിലോമീറ്റർ അപ്പുറം നിന്നിട്ടും ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുമേ. കൂടുതലും സന്ധ്യാസമയങ്ങളിലാണ് ഇവരുടെ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. പകലൊക്കെ ഇവർ വളരെ സൈലൻ്റായിട്ടായിരിക്കും. പെഞ്ചിലെ മഹാരാഷ്ട്ര സൈഡിൽ ഏറ്റവും ഭംഗിയുള്ള സോണ് സില്ലാരയാണ്. പക്ഷേ ഇപ്പോൾ വേനൽ നല്ല രീതിയിൽ ചില സ്ഥലങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര ഭംഗിയൊന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷേ നമുക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് ഊഹിച്ചെടുക്കാൻ പറ്റും. പച്ചപ്പിലാണെങ്കിൽ എത്രമാത്രം മനോഹരമായിരിക്കും ഈ സ്ഥലങ്ങളെന്നുള്ളത്. വിശാലമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം കറങ്ങി കാണാനുള്ള ഏരിയ ഉണ്ട്.
നമ്മൾ ഏത് കാട്ടിൽ ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരാണ് മ്ലാവ്, മാന്, മങ്കൂസ് ഇവരൊക്കെ. ഇവിടെ നമുക്ക് മ്ലാവുകളെ കാണാം. കാട് നല്ല കരിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് അവരിയ്ക്കുന്നതാണോ അതോ ഫുഡൊക്കെ കഴിച്ചിട്ട് വിശ്രമിക്കുവാണോ എന്ന് അറിയത്തില്ല. നോക്കി നമ്മളെ തന്നെ നോക്കിയിരിക്കുവാണ്. പൈഡ് ഹോൺബിൽ മലയാളത്തിൽ പാണ്ടൻ വേഴാമ്പൽ എന്നാണ് കേട്ടോ പറയുന്നത്. നിത്യഹരിത വനങ്ങളും അതുപോലെ തന്നെ ഇലപൊഴിയുന്ന കാടുകളും ഒക്കെയാണ് ഇവരുടെ ആവാസ സ്ഥലങ്ങൾ. നമ്മുടെ മലമുഴക്കി വേഴാമ്പലിനേക്കാളും കുറച്ചുകൂടെ വലിപ്പക്കുറവാണ് ഇവരെ. പക്ഷേ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും കേട്ടോ. വലിയ ശബ്ദത്തോടു കൂടിയാണ് ഇവരും പറക്കുന്നതൊക്കെ. മിക്കപ്പോഴും ഇതുപോലെ ഇണയുമായിട്ടോ അല്ലെങ്കിൽ ചെറിയ കൂട്ടങ്ങളൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ഇവരൊരു 10 പേരടങ്ങുന്ന ഒരു ചെറിയ കൂട്ടമാണുള്ളത്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും ഈ പൈഡ് ഹോൺബിൽസിനെ കാണാറുണ്ട്. ഈ ആലുങ്കായൊക്കെ പഴുക്കുന്ന സമയത്താണ് കൂടുതലും ഇവർ നാട്ടിൻപുറങ്ങളിലേക്ക് വരുന്നത്. ഇവിടെയൊക്കെ നല്ല പച്ചപ്പിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് ഭംഗിയായിരിക്കും അല്ലേ. മഴ സീസൺ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ബെഞ്ചിലേക്കൊന്ന് വരണം. ഇവിടെയൊക്കെ പച്ചപ്പിലൊന്ന് കാണണം. ഉണ്ടോ 2 പേര് റോഡിൽ കൂടെ വളരെ കൂളായിട്ട് നടന്നു പോകുന്നുണ്ടോ. വണ്ടിയൊന്നും കണ്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം വണ്ടി വന്നത് ആളറിഞ്ഞിട്ടുണ്ട്. ആ നടത്തത്തിനൊരു സ്പീഡ് വന്നേ. ഗോൾഡൻ ജാക്വൽ അല്ലെങ്കിൽ കുറുനരി അവരാണ് കേട്ടോ ഇത്. 2 പേരുണ്ട്. പക്ഷേ നമുക്ക് ഗോൾഡൻ ജാക്വൽ എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല. കാര്യം യൂറോപ്പിലും അതുപോലെ തന്നെ ദക്ഷിണ ഏഷ്യയിലും കാണപ്പെടുന്ന ഗോൾഡൻ ജാക്വലിൻ്റെ ഒരു ഉപവർഗ്ഗമെന്ന് വേണമെങ്കിൽ നമുക്കിവരെ പറയാം. നമ്മുടെ നാട്ടിൽ കുറുക്കനോടൊക്കെ വളരെ സാമ്യം തോന്നും. പക്ഷേ ആ ഒരു സാമ്യം മാത്രമേ ഉള്ളൂ, കുറുക്കനല്ല. അതുപോലെ തന്നെ ചെന്നായോടും നല്ല രീതിയിൽ സാമ്യം തോന്നുന്ന ആൾക്കാരാണ്. വേനൽക്കാലത്ത് ഇവരുടെ കളർ ഇപ്പം നമ്മൾ ഈ കാണുന്ന രീതിയിലും അതുപോലെ തന്നെ മഴക്കാലം അല്ലെങ്കിൽ ശൈത്യകാലത്തോടൊക്കെ ചേർന്നിട്ട് ഇവരുടെ കളറ് കുറച്ചുകൂടെ ബ്രൗണിഷ് ആകുമേ. എന്താണേലും അവർക്ക് കാര്യമായിട്ടുള്ള പേടിയൊന്നുമില്ല. പക്ഷേ വണ്ടി അടുത്ത് വരുമ്പോഴത്തേനും പതിയെ ഓടി മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോഴത്തേനും നമുക്ക് എന്താണേലും ഇവരെ കവർ ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. സോ വണ്ടി കുറച്ച് സ്പീഡിലെടുത്തപ്പോഴത്തേന് അവർ പതിയെ റോഡിൽ നിന്ന് ഓടി മാറി കേട്ടോ. സോ നമ്മൾ പതിയെ മുമ്പോട്ട് പോകണം. ഒരു കൂട്ടം ലങ്കൂറുകൾ റോഡിന് സെൻറ്ററിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. സ്ട്രൈക്ക് വല്ലതും ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടാകുമല്ലേ. അതൊന്നുമല്ല, ഒരു പക്ഷേ മരത്തിന് മുകളിൽ ലെപ്പേഡ് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ താഴെ ഇറങ്ങി നിൽക്കുന്നത്. പക്ഷേ ഇവർ വളരെ കാമാണ്. അതുകൊണ്ട് തന്നെ ലെപ്പേഡ് ഉള്ളതുകൊണ്ടാണോ എന്നറിയത്തില്ല. എന്താണേലും നമ്മൾ പോകുന്ന വഴിയൊക്കെ ഇതുപോലെ ലങ്കൂറുകൾ നിലത്തിറങ്ങിയിരിക്കുന്നത് കാണാറുണ്ട്. അതെന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ 2ാമത്തെ കടുവയെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കടുവ എവിടെയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ. ആദ്യത്തെ കടുവയെ ഞങ്ങൾ കണ്ടു. പക്ഷേ നിങ്ങളെ കാണിക്കാൻ മാത്രമുള്ള വിഷ്വലൊന്നും കിട്ടിയില്ല. പുള്ളി കാട്ടിൽ കയറിപ്പോയി കേട്ടോ. പിന്നെ ഇവനെയാണ് കിട്ടിയത്. ഇവനല്ല, ഇവളാണ്. ഇദ്ദേഹം കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഇരിക്കുന്നത്. വേറെ ഒരു വഴിയും നല്ലൊരു വിഷ്വൽ എടുക്കാൻ നമുക്ക് മാർഗ്ഗമില്ല കേട്ടോ. ഇവിടുത്തെ കടുവകളൊക്കെ കുറച്ച് ഷൈ ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആൾക്കാരെ കാണുമ്പോഴത്തേനും പെട്ടെന്ന് മൂവ് ആകുന്നുണ്ടെന്ന് പറയുന്നു. കറക്റ്റ് അറിയത്തില്ല. എന്താണേലും ആദ്യത്തെ കടുവ അങ്ങനെ നിന്ന് തന്നില്ല കേട്ടോ. കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് മാറിയപ്പോഴത്തേനും കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു വിഷ്വൽ നമുക്ക് കിട്ടിയത് ഇതാണ്. എന്നാലും പുള്ളിയുടെ ഫേസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ല വണ്ടി തിരക്കുണ്ട് കേട്ടോ. അതാണ് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പം എടുത്തൊരു വിഷ്വലാണ്. ഒരുപാട് വണ്ടികൾ വന്ന് കൂടിയപ്പോഴത്തേനും നല്ല ബഹളമായി. അങ്ങനെ ബഹളം സഹിക്കാൻ വയ്യാതാണെന്ന് തോന്നുന്നു കേട്ടോ പുള്ളി എണീറ്റ് പോയത്. എന്താണേലും പോയൊരു കുറ്റിക്കാടിൻ്റെ മറവിൽ കിടന്നു. ഇനി ഇവിടെ നിന്ന് എപ്പോൾ എണീറ്റ് മാറുമെന്നൊന്നും അറിയത്തില്ല. കടുവകളുടെ ഒരു സ്വഭാവമാണ് കിടക്കുന്നിടത്തുനിന്ന് കുറച്ച് നേരം കിടന്നിട്ട് ഒന്ന് മാറി അടുത്തടുത്ത് കിടന്ന് അങ്ങനെയൊക്കെയാണ് അവർ മൂവ് ആകുന്നത്. അതുപോലെ തന്നെ എന്താണേലും കുറ്റിക്കാടിന് മറഞ്ഞാണ് കേട്ടോ ഇവരിപ്പോൾ കിടക്കുന്നത്. അങ്ങനെ ഇവളൊന്ന് എണീക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂറോളമാണ് കേട്ടോ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തത്. പക്ഷേ പുള്ളിക്കാരി എണീക്കുന്ന ഭാവമേ കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സഫാരി തീർന്നു കാണുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടസമയത്ത് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ രാവിലെ പ്രോപ്പർട്ടിയിൽ നിന്ന് 5:30 ആയപ്പോൾ പോകുന്നതാണ്. ഏകദേശം 4-5 മണിക്കൂറാണ് സഫാരി ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇവിടെയൊക്കെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ചെറിയ പലഹാരങ്ങളൊക്കെ കിട്ടും. അത് വേണേലും മേടിച്ച് കഴിക്കാവുന്നതാണ്. പക്ഷേ ഞങ്ങളതൊന്നും മേടിക്കുന്നില്ല. കാര്യം ഞങ്ങൾക്ക് വയറ് നിറയെ കഴിക്കാനുള്ള സാധനങ്ങളാണ് പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നു വിട്ടേക്കുന്നത്. സാൻഡ്വിച്ച് ഉണ്ട്, ആലു പൊറോട്ടയുണ്ട്, ജ്യൂസ് ഉണ്ട്, എഗ്ഗുണ്ട്,
അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ലൈഫിലൊരു ആദ്യത്തെ അനുഭവമാണ്. നമ്മുടെ ഡോട്ട് ഗ്രീൻ അതുപോലെ തന്നെ പിക്കോളിംഗ് വൈബ്സ് ഇവരുടെയൊക്കെ മസായിമാര വീഡിയോയിലാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുള്ളത്. ഏതായാലും നമ്മുടെ ഇന്ത്യൻ കാർഡുകളിൽ ഇങ്ങനെ നമുക്ക് ഫുഡ് കൊണ്ടുപോകാം എന്നുള്ളത് ഒരറിവുമില്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഏതായാലും ഫുഡ് കഴിച്ചു തുടങ്ങി. ഒപ്പം തന്നെ ഒരു ലങ്കൂർ തൊട്ടടുത്തിരുന്ന് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്കിനി നേരെ അടുത്ത കാഴ്ചകളിലേക്ക് പോകാവേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി വന്നപ്പോഴത്തേന് ഇതാണ്ട് ഒരു പോത്തിൻ്റെ കൂട്ടമേ എനിക്ക് വാവ് നിൽപ്പുണ്ടോ. കുഞ്ഞ് വണ്ടി കണ്ടിട്ട് പേടിച്ച് നിൽക്കുന്നതാണ്. പക്ഷേ തള്ളക്കാട്ട് പോത്ത് വണ്ടിയൊക്കെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. തൊട്ടടുത്താണ് കേട്ടോ നിൽക്കുന്നത്. കുറച്ചെണ്ണം അപ്പുറം ഇപ്പുറയൊക്കെ ആയിട്ട് മാറി കിടപ്പുണ്ടേ. കുഞ്ഞിൻ്റെ നിൽപ്പുണ്ടോ പാവം. നമ്മുടെ തൊട്ടടുത്ത് വന്ന് കാട്ടുപോത്തും കിട്ടി നിൽക്കുന്നുണ്ട്. നല്ലൊരു പടം എടുക്കാൻ പറ്റിയ സാധനമായിരുന്നു. പക്ഷേ നമ്മളങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല എന്ന് തോന്നിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. കാട്ടുപോത്ത് കുഞ്ഞിനെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്തൂടാണ് കേട്ടോ നടന്നു പോയത്. യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ കുറച്ച് പേര് വിശ്രമിക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള കിടപ്പാണെന്ന് തോന്നുന്നു. ഫീമെയിലിനാണേലും മെയിലിനാണേലും നല്ല വലിപ്പം നമുക്കിവിടെ കാണാവേ. എനിക്കൊരു മെയിൽ കിടക്കുന്നുണ്ടോ, അജാനുബാഹുവായിട്ടുള്ള ഒരാളെ. നമ്മുടെ കാടുകളിൽ കാണുന്നതിനേക്കാളും നല്ല രീതിയിൽ വലിപ്പ വ്യത്യാസം നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു മാനും തള്ളയും കൂടെ നിൽക്കുന്നുണ്ടോ. അപ്പുറം ഇപ്പുറയൊക്കെ ആയിട്ട് വേറെ മാനുകളുണ്ട്. ഇവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ ഒരു കൗതുകമേ. കുറേ നേരം വണ്ടിയെ നോക്കി നിന്നായിരുന്നു. ഇപ്പോൾ ഈ അകത്തേക്ക് കയറി പോവുകയാണേ. വണ്ടിയെ ഞങ്ങളെല്ലാം കൂടെ കണ്ടിട്ട് കുഞ്ഞുമാൻ കൗതുകം കൂടുതലായതുകൊണ്ട് കുറേ നേരം അവിടെ നിന്നു. തള്ളമാൻ പതിയെ നടന്നങ്ങ് പോയി കേട്ടോ. പിന്നെ പുള്ളി പതിയെ നടന്നങ്ങ് പോവുകയാണേ. തള്ള എവിടെയോ പോയി, പുള്ളിക്കാരൻ അറിയത്തില്ല എങ്ങോട്ടാണ് പോയെന്നുള്ളത്. ഇങ്ങനെ നോക്കി പതിയെ നടന്നു പോവുകയാണ്. ഒരു ജാക്കുലിൻ്റെ ഓട്ടം കണ്ടോ. മുയലിനെ വല്ലതും കണ്ടിട്ടാണോ അറിയത്തില്ല. നോക്കി പോന്ന് നോക്കണ്ടത് പതിയെ നടന്നു വന്നതാണ് കേട്ടോ. പെട്ടെന്നൊരോട്ടമായിരുന്നു. പക്ഷേ മുയലിനെ ഒന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. നീലകൈ പോകണ്ടോ. ഉണ്ട് ഒരു മ്ലാവിൻകൂട്ട് നിൽക്കുന്നുണ്ടോ. വല്ല കടുവയും കണ്ടായിരുന്നോ. ഒരു മാൻകുട്ടി പാല് കുടിക്കുന്ന കാഴ്ച ഉണ്ട്. എന്ത് രസമല്ലേ. അയ്യോ, കുട്ടിമാൻ്റെ നോട്ടം കണ്ടോ. എന്ത് പരിപാടിയെന്നുള്ളത് നിങ്ങൾ കാണിച്ചതെന്നുള്ള രീതിയിൽ ഉണ്ട്. ഇവിടെ കുറേ മാനുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലങ്കൂറുകളുമുണ്ട്. മാനുകളുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ലങ്കൂറുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവർ തമ്മിൽ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് വരുന്ന വഴിയിലൊക്കെ ഇതുപോലെ കൂട്ടമായിട്ടും ഒറ്റയ്ക്കായിട്ടും ഇരിക്കുന്ന ലങ്കൂറുകളെ ഒരുപാട് കാണാതെ. പക്ഷേ ഇത് കുറച്ചുകൂടെ കൗതുകം തോന്നി. കാര്യം വളരെ പൊടിയായിട്ടുള്ളതാ ഇവനെ കണ്ടത്. ഇവൻ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പനും അമ്മയാണെന്ന് തോന്നിയിരിക്കുന്നത്. എന്താണേലും അമ്മയുണ്ടാവും ഉറപ്പാണ്. മറ്റേത് നമുക്ക് അപ്പനാണെന്നങ്ങ് വിശ്വസിക്കാം. അങ്ങനെ അവരുടെ ഇടയിൽ കൂടെ ഓടി നടന്നതൊക്കെ ഭയങ്കര കളിയാണ് കേട്ടോ. കണ്ടിരിക്കാൻ നല്ല രസമാണ്. എന്നാ ക്യൂട്ടായിട്ടുള്ള ഫേസാന്ന് നോക്കി. നമ്മൾ കുറച്ച് ദൂരെ നിന്നിട്ടാണ് കേട്ടോ ഈ ഒരു വിഷ്വൽ എടുക്കുന്നത്. കാര്യം അടുത്തേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓടി മരത്തേക്ക് കയറും. എന്താണേലും ഇവരുടെ കളി കണ്ടിരിക്കാൻ നല്ല രസമാണ്.
ഈ ഒരു മ്ലാവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. പുള്ളി ഭയങ്കരമായിട്ട് സ്മെല്ലെടുത്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ രാവിലെ ഒരു കടുവയെ കണ്ടിട്ട് അത് കാട്ടി കയറിപ്പോയി എന്ന് പറഞ്ഞില്ലേ, അവിടെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ മ്ലാവിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ കടുവയുടെ സ്മെല്ലാണ് പുള്ളി എടുക്കുന്നത്. ഈ മ്ലാവ് മാത്രമല്ല കേട്ടോ, ഇപ്പറേ മാനുകളും അലേർട്ടായിട്ട് നിൽപ്പുണ്ടേ. സോ കടുവ അതിനകത്ത് തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ മ്ലാവ് അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നത്. പുള്ളിക്ക് അങ്ങോട്ടേക്കായിരിക്കും പോകേണ്ടത്, പക്ഷേ കടുവ അകത്തുള്ളത് കാരണം പോകാൻ മടിച്ച് നിൽക്കുന്നതാണ്. ഇതുണ്ടോ, ഇപ്പറേ മാറി മാൻകൂട്ടങ്ങളും അലേർട്ടായിട്ട് നിൽപ്പുണ്ട്. എന്തായാലും കുറച്ച് സമയം നമുക്ക് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം പുറത്ത് വരുമോ എന്നറിയാനായിട്ട്. ഇപ്പോൾ ഈ മ്ലാവിനെ ശ്രദ്ധിച്ചാൽ അത് അലേർട്ടായിട്ട് നിൽക്കുന്നതാണ്. അതിൻ്റെ വാല് പൊങ്ങി നിൽക്കുന്നതുണ്ടോ, അലേർട്ടാകുന്നതാണ്. അതായത് വാല് പൊന്തിച്ചു അതുപോലെ കാല് നിലത്തിട്ട് അടിക്കുകയും ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ മാനും അതുപോലെ തന്നെ മ്ലാവും ഒക്കെ അലേർട്ടാണെന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ ഇവർ അലാം കോളും തരും ആനിമൽസ് തൊട്ടടുത്തുണ്ടെങ്കിൽ. ഏതായാലും മ്ലാവിന് പോകേണ്ട വഴിയിൽ നിന്ന് അത് ഡീവിയേറ്റ് ചെയ്ത് മാറി കേട്ടോ, വേറെ റൂട്ടിലാണ് അതിപ്പോൾ പോകുന്നത്. നോക്കി നിന്ന സ്ഥലത്തല്ല, എന്നിട്ട് അതുകൊണ്ടോ അങ്ങോട്ടേക്ക് തന്നെ അത് നോക്കി നിൽപ്പുണ്ട്. എന്താണേലും അവിടെ ടൈഗർ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പക്ഷേ പുള്ളി പുറത്ത് വരുന്നില്ല, അതാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. പക്ഷെ അവിടെ ചെറിയൊരു അനക്കം കേൾക്കുമ്പോൾ തന്നെ പുള്ളി അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഇതാണ് ഇവർ അലേർട്ടാകുന്നതിൻ്റെ ഒരു ലക്ഷണമേ. കാല് നിലത്തിട്ടടിക്കും, അതുപോലെ തന്നെ വാല് പൊക്കും. പക്ഷെ ഇത്രയും ലോങ്ങിൽ നിൽക്കുന്നതുകൊണ്ടാകും അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല അവർ. എന്താണേലും നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. സോ നമ്മൾ അവിടെ നിന്നും പോന്നപ്പോൾ കിട്ടിയ മറ്റൊരു കാഴ്ചയാണിത്. റോഡ് സൈഡിൽ തന്നെ തൻ്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടൊരു ചെക്കൻ പീലിയൊക്കെ വിടർത്തി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോഴത്തേന് നാണം തോന്നിയതുകൊണ്ടാണ് തോന്നുന്നു പുള്ളി പതിയെ തിരിഞ്ഞു നിന്നേ. നല്ല ലൈറ്റിൽ ജംഗിൾ ഫോളിനെ കാണാൻ എന്നാ ഭംഗിയാന്ന് നോക്കി. നല്ലൊരു പൂവനല്ലേ, രണ്ടെണ്ണത്തിനെ കിട്ടുമായിരുന്ന വീട്ടിലോട്ട് കൊണ്ടുപോകായിരുന്നു. എന്നാ ഭംഗിയല്ലേ കാണാനായിട്ട്, രക്ഷയില്ല കേട്ടോ. പുള്ളി അലർട്ടായിട്ട് നിൽക്കുകയാണ് വണ്ടി കണ്ടിട്ട്. ഓടിയൊന്നുമില്ല കേട്ടോ മറ്റവരെ പോലെ, പുള്ളി ഇങ്ങനെ നോക്കി നിൽക്കുമല്ലാതെ ഓട്ടമൊന്നും ഇല്ലെന്ന്. ഇദ്ദേഹത്തെ അറിയാമോ? ഇതാണ് കാക്കമീൻ കുത്തി. നമ്മുടെ പൊന്മാൻ വർഗ്ഗത്തിൽ ഏറ്റവും വലുപ്പമുള്ള ആളാണ് കേട്ടോ. ഇവൻ്റെ സൗണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കേൾക്കുന്നത്. താണ്ടേ മറ്റൊരാളും കൂടി ഇരിപ്പുണ്ടേ. ഇത് മറ്റേ കാക്കമീൻ കുത്തിയിടോ വലുത്. സ്റ്റോക്ക് ബിൽഡ് ഇത് പൊന്മാൻ്റെ ഏകദേശം കളറൊക്കെ ഉള്ള മറ്റൊരാളെ പറക്കുമ്പോൾ പെട്ടെന്ന് പൊന്മാനാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. പനങ്കാക്ക, ഇന്ത്യൻ റോളർ എന്നാണ് കേട്ടോ പേര്. ഇവർ കൂടുതൽ ഇതുപോലെ നിലത്തൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ചെറിയ ചുള്ളിക്കമ്പയിലൊക്കെ ഇരിക്കുന്ന കാണാറുണ്ട്. പറക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവർ. നമ്മുടെ ലാസ്റ്റ് സഫാരി റുക്കഡ് എന്ന് പറയുന്ന ഗേറ്റിലാണ്. ഇവിടെ കൂടുതലും പുലികളെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടൊരു ടൈഗറുണ്ട്, ബജ്രംഗ് എന്നാണ് പേര്. നല്ല വലിയ ഫേസുള്ളൊരു കടുവയാണ്, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കടുവയാണ്. ഭാഗ്യമുണ്ട് അതിനെയും കാണാം. മോർണിംഗിൽ അതിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് ഈ ഒരു യാത്രയിൽ അവനെ കാണാൻ പറ്റുമേ. എന്താണേലും റുക്കഡ് ഗേറ്റിൽ നമ്മൾ പോകുന്നത് പുലിയെ തേടിയിട്ടാണ്. അപ്പോൾ പുലിയെ കിട്ടുമോ എന്നുള്ളത് ആദ്യം നോക്കാം. ഇത്തവണ നമുക്കൊരു ലേഡി ഗൈഡിനെയാണ് ഒപ്പം കിട്ടിയിരിക്കുന്നത്. പേര് മേഘ എന്നാണ്. എക്സ്പീരിയൻസ് ഉള്ളൊരു കുട്ടി തന്നെയാണ്. പുള്ളിക്കാരി സ്റ്റാർട്ടിങ് മുതൽ മുമ്പിൽ പോയ വണ്ടിക്കാരോട് എവിടെയെങ്കിലും സൈറ്റിംഗ് ഉണ്ടോ എന്നൊക്കെ ആയിട്ട് ചോദിച്ച് അലാം കോളൊക്കെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് ദൂരം മുമ്പോട്ട് പോയപ്പോഴത്തേന് നമുക്ക് അലാം കോൾ കിട്ടി. അങ്ങനെ വണ്ടി നിർത്തി നമ്മൾ എവിടെ നിന്നാണ് അലാം കോൾ എന്നുള്ളതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ദൂരെയായിട്ടൊരു കാഴ്ച കണ്ടു കേട്ടോ. ഒരാളെ കണ്ടു എന്ന് പറയാം. ദാ ഈ ഒരു പാറക്കെട്ടിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു പുലിയെ കാണുന്നുണ്ടോ? ആ പാറകൾക്കിടയിലായിട്ടൊരു പുലി കിടന്നുറങ്ങുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആള്. വളരെ പാടുപെട്ടിട്ടാണ് ആളെ ഒന്ന് കണ്ടു കിട്ടിയത്. എന്താണേലും പുള്ളി നല്ല ഉറക്കത്തിലാണ്. നമ്മളൊരു വാട്ടർ ബോഡിയൊക്കെ കവർ ചെയ്തിട്ടാണ് ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇവൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് പുള്ളി പതിയെ എണീറ്റ് നേരെ വാട്ടർ ബോഡിയിലേക്ക് വെള്ളം കുടിക്കാൻ പോകുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സോ നമ്മൾ ഇവൻ എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ.
നമ്മളോടൊപ്പം വന്ന വണ്ടികളൊക്കെ ഇവനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടങ്ങ് കയറിപ്പോയി. വേറെ എന്തെങ്കിലും സൈറ്റിങ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്താണേലും ഞങ്ങൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. പുള്ളി എണീക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രം അവിടെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. ഏകദേശം നമ്മൾ കാട്ടിലോട്ട് കയറിയിട്ടൊരു 1 കിലോമീറ്റർ കവർ ചെയ്തിട്ടില്ല. അതിനിപ്പുറമാണ് ഇങ്ങനെ ഒരു സൈറ്റിങ് കിട്ടിയേക്കുന്നത്. സോ പുള്ളി എപ്പോൾ എണീക്കുന്നോ അപ്പോൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. കാര്യം നമ്മൾ 2:30 കയറിയതാണ്. 2:30 മുതൽ 6:30 വരെ സഫാരി ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് പുള്ളി എണീക്കാനായിട്ട്. എന്താണെങ്കിലും പുള്ളി എണീക്കുന്നത് നോക്കി നമുക്ക് വെയിറ്റ് ചെയ്യാം. बाइक जाएगा भैया, पहले पानी वाटर बॉडी देखा था ना, उधर जाएगा. എടാ കിടക്കല്ലടാ പൊന്നെ. സമയം കുറേ ആയിട്ട് ഇവർ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല അവനെ കൊണ്ട്. ഒന്ന് എണീക്കുമായിരുന്നെങ്കിൽ. ജോൺസൺ സാർ നോക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്കെന്താ പോയി. എണീക്കുന്നില്ലല്ലോ. ഓരോ വണ്ടികൾ വരും, പുലിയെ ജസ്റ്റ് ഒന്ന് കാണും, അവരാ വഴിക്ക് പോകും. ഞങ്ങൾ അവിടെ തന്നെ കിടക്കുന്നത് കണ്ടിട്ട് അവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഞങ്ങൾക്ക് വട്ടായിരിക്കുമെന്ന്. എന്താണേലും ഇവൻ ഇപ്പോഴെങ്കിലും എണീക്കുന്ന ലക്ഷണമില്ല. പക്ഷേ ഇവൻ എണീക്കാതെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇടയ്ക്ക് പുള്ളി ഞങ്ങളിങ്ങനെ തലപൊക്കി നോക്കും കേട്ടോ, ഇവന്മാർ പോയില്ലേ, ഇവന്മാർ എന്ത് ദേശത്തിലാണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ. ആദ്യമേ ഞങ്ങൾ നിന്നിടത്തുനിന്ന് കുറച്ച് ബാക്കിലേക്ക് മാറിയിട്ടാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. ആദ്യം നമുക്കൊരു കമ്പ് ചെറിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ അത് മാറി നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് ആരുടെയാണെന്ന് മനസ്സിലാകും. മക്കാക്കിൻ്റെയാണ്. ഇതിലെ കുറേ കുരങ്ങന്മാർ ഓടി നടപ്പുണ്ടായിരുന്നു. അമാർ ഇപ്പോഴാണ് കേട്ടോ പുലിയെ കണ്ടത്. അമാരെ കണ്ടപ്പോൾ മുതൽ അലാം കോൾ കൊടുക്കാൻ തുടങ്ങി. കാര്യം ഇമ്മാർക്ക് പുലിയെ പേടിച്ചേ പറ്റത്തുള്ളൂ. ഇവനും മരത്തേലും കയറാറുള്ളൂ. അമാരെ കണ്ടിന്യൂസ് ആയിട്ട് അലാം കൊടുക്കുന്നുണ്ട്. എന്താണേലും കുരങ്ങന്മാർ അവൻ്റെ ഉറക്കം കെടുത്തിയേ. ഇനി ഉറങ്ങാനുള്ള സാധ്യതയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് പുള്ളി താഴേക്ക് വന്നാൽ മതിയായിരുന്നു. വെള്ളം കുടിക്കാൻ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് അത് റോഡിൽ കൂടെ കയറി വരും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഇത്രയും നേരം പുള്ളി പരിസരം മറന്നു കിടന്ന് ഉറക്കമായിരുന്നു. കാര്യം ഒരാൾ പോലും കയറി വരാൻ പറ്റാത്തൊരു സ്ഥലത്താണ് പുള്ളി കിടക്കുന്നത്. ഇവന് ഇനി ഒരു ശത്രു ഉണ്ടെങ്കിൽ അത് കടുവയാണ്. കടുവ ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് കയറി വരാത്തൊരു സ്ഥലത്താണ് ആൾ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. ഏതായാലും കുരങ്ങന്മാർക്ക് ഞങ്ങളുടെ വക ഒരു ടാങ്ക്സ് ഉണ്ട്. അവർ കാരണമാണ് പുള്ളി ഇപ്പം എണീറ്റൊന്ന് ആക്റ്റീവായി വരുന്നത്. ഇനി എത്രയും പെട്ടെന്നൊന്ന് എണീറ്റ് വന്നാൽ മതി. ഓ ഫൈനലി നാടെ ആൾ എണീറ്റ് കേട്ടോ. എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണെന്നറിയാമോ. ഇനി പുള്ളി താഴേക്ക് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും ഞങ്ങളുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി നേരെ മുകളിലേക്ക് കയറി പോവുകയാണ്. ഇത്ര നേരം ഞങ്ങൾ കാത്തിരുന്നത് വെറുതെ ആയിപ്പോയെന്ന് തോന്നിയ നിമിഷം നേരെ പോയതാ മുകളിൽ കിടക്കാനുള്ള പരിപാടികൾ പുള്ളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ പുള്ളി അവിടെ 1/4 മണിക്കൂർ സ്പെൻഡ് ചെയ്ത ശേഷം പതിയെ താഴേക്ക് ഇറങ്ങി വരുവാണ്. കാത്തിരുന്ന നിമിഷം എന്ന് പറയാം. പക്ഷേ പുള്ളി വേറെ ഏതെങ്കിലും വഴിക്ക് പോകുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. ഏതായാലും താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുവാണ്. തുടക്കത്തിലെ പറഞ്ഞാൽ പോകാം. നമ്മളെ കണ്ട് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എടുക്കരുത്. മോനെ നമ്മൾ കാത്തിരുന്നത് വിഷയതാ പുള്ളി റോഡിലേക്ക് കയറി കേട്ടോ. ഇനി വാട്ടർ ബോഡിയുടെ അവിടം വരെ പുള്ളി നമ്മളെ ഫോളോ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പുള്ളിയെ കണ്ട് ബാക്കിലേക്ക് പോവേ. ദാണ്ടേ കയറി വന്നിട്ട് അവിടെ ഒരു മാർക്കിംഗ് ഒക്കെ നടത്തുവാണ് ആൾ. എന്നാ നോട്ടം നോക്കി. നമ്മുടെ ഡ്രൈവർ ചേട്ടന് കുറച്ച് എക്സ്പീരിയൻസ് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൾറെഡി പുള്ളിയോട് പറഞ്ഞിരുന്നു ബൈക്കിലേക്ക് വണ്ടി എടുത്ത് നിർത്താനായിട്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞൊന്നും പുള്ളി കേട്ടില്ല കേട്ടോ. നമ്മുടെ ഗൈഡ് കുറേയൊക്കെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ എന്നിട്ടും പുള്ളിയുടെ രീതിയിലാണ് വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വിഷ്വൽസ് ഷെയ്ക്കായി നഷ്ടമായിപ്പോയി കേട്ടോ.
ലെപ്പേഡ് വാട്ടർ ബോഡിയുടെ അവിടം വരെ വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇടയ്ക്ക് കുറച്ച് വെള്ളം കണ്ട് നേരെ പുള്ളി റോഡിന് താഴേക്ക് തന്നെ ഇറങ്ങിപ്പോയി കേട്ടോ. അത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. അവിടെ എങ്ങനെ ഈ വെള്ളം വന്നു എന്നുള്ള ഒരു പിടുത്തവുമില്ല. എന്നാണേലും പുള്ളി ഇതാ താഴെ ഇറങ്ങി വെള്ളം കുടിക്കുകയാണ്. അത് നമുക്ക് മരങ്ങൾക്കിടയിലൂടെ കാണാൻ പറ്റുന്നൊരു വിഷ്വലാണ് കേട്ടോ ഇത്. ഇനി അവൻ കയറി വരില്ല എന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും പുള്ളി വീണ്ടും റോഡിലേക്ക് കയറി കേട്ടോ. അതിൻ്റെ വിഷ്വൽസ് പിന്നാലെ നമുക്ക് കാണാം. ലെപ്പേഡിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടായപ്പോഴത്തേന് എത്രമാത്രം കിളികളും കുരങ്ങും ഒക്കെ അല്ലേ അലാം കൊടുക്കുന്നത്. ഇത്രയും അലാമൊക്കെ കൊടുത്തിട്ടും ഇവർ എങ്ങനെയായിരിക്കുമല്ലേ ഈ ഇര പിടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരുടെ അതായത് പുലിയുടെയും കടുവയുടെയൊക്കെ മെയിൻ ഇരകളായിട്ടുള്ള സാമ്പാടിയറിനും അതുപോലെ തന്നെ സ്പോട്ടഡ് ഡിയറിനും ഒന്നും ഇവരുടെ കളർ തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇവരുടെ ഓറഞ്ചും എല്ലാം മഞ്ഞ കലർന്ന കളറൊക്കെ അവർക്ക് ക്യാമഫ്ലാഗാണ്. ഏകദേശം പച്ച കലർന്ന നിറത്തിലാണ് കാണപ്പെടുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തൊട്ടടുത്ത് വന്നാൽ കൂടി ഒരു പക്ഷേ അവർക്ക് പെട്ടെന്ന് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെതാ പുള്ളി പതിയെ റോഡിലേക്ക് വീണ്ടും തിരിച്ച് കയറിയ വഴിക്കൊരു മാർക്കിങ് ചെയ്തു. ആദ്യം കയറിയപ്പോഴും അവിടെ ഇവ മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. എന്താണേലും ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യം ലെപ്പേഡുകൾ ഇതുപോലെ മനുഷ്യ സാമീപ്യം ഉള്ളിടത്ത് അങ്ങനെ നിൽക്കാറില്ല, അല്ലെങ്കിൽ ഇതുപോലെ മൂവ്മെൻറ്റ് ചെയ്യാറില്ല. അവർ എത്രയും പെട്ടെന്ന് കാടിനുള്ളിലേക്ക് പോകാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇവൻ ശരിക്കും ഒരു കടുവയുടെ ഒരു ഫീല് തരുന്നൊരു ലെപ്പേഡായി പോയി കേട്ടോ. കാര്യം 1/4 മണിക്കൂറായിട്ട് ഇവനിങ്ങനെ പതിയെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ കൂടെ അല്ല കേട്ടോ, ഞങ്ങൾ അവനെ അഭിമുഖം ചെയ്താണ് നിൽക്കുന്നത്. ഞങ്ങൾ ബൈക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കി എന്നാ കാഴ്ചയാണെന്ന്. എന്താണേലും അവൻ്റെ ഓരോ മൂമെൻറ്റിലും പ്രകൃതി മറ്റുള്ള മൃഗങ്ങൾക്ക് അലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷികളായും കുരങ്ങന്മാരായും ഒക്കെ. തൊട്ടടുത്തെങ്ങും സ്പോട്ടഡ് ഡിയറോ അല്ലെങ്കിൽ മ്ലാവുകളോ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. കാര്യം അവരുടെ അലാം കോളൊന്നും കേൾക്കുന്നില്ല. കാര്യം അവരൊക്കെ കാടിനുള്ളിലാണ്. ഇവൻ റോഡിൽ കൂടാണ് നടന്നു വരുന്നത്. അതാണ് രസമുള്ളൊരു കാര്യം. എന്താണെങ്കിലും വേറെ വണ്ടികളൊന്നുമില്ല, ഞങ്ങളുടെ വണ്ടി മാത്രമേ ഉള്ളൂ. എക്സ്ക്ലൂസീവ് ആണ് കേട്ടോ. കാര്യം ബാക്കി എല്ലാ വണ്ടികളും പല സ്ഥലങ്ങളിലേക്ക് വേറെ ജീവികളെ അല്ലെങ്കിൽ വേറെ ലെപ്പേഡിനെ കാണാൻ പറ്റുമെന്ന് നോക്കിപ്പോയായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എന്താണേലും എക്സ്ക്ലൂസീവായിട്ട് ഇങ്ങനെ അവൻ്റെ പിന്നാലെ അല്ലെങ്കിൽ മുമ്പിലൂടെ അവനെ കണ്ട് നടക്കാനായിട്ട് പറ്റി കേട്ടോ. നോക്കി ആ ഒരു നോട്ടം കണ്ടോ എൻ്റെ പൊന്നെ, എന്നാ നോട്ടമല്ലേ. ഞങ്ങളുടെ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിലാണ് കിടക്കുന്നത്. ഞങ്ങളുടെ ഡ്രൈവർ കുറച്ച് ബൈക്കിലേക്ക് എടുക്കാൻ ഇച്ചിരി പ്രശ്നമുള്ള ഒരാളായിപ്പോയി, അല്ലെങ്കിൽ കുറേം കൂടെ നല്ല വിഷ്വൽസ് കിട്ടിയേനെ. എന്താണേലും കിട്ടിയതൊക്കെ അത്രമാത്രം രസമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് നേരം അവനെ കണ്ടു, വിഷ്വൽ പകർത്തി. അങ്ങനെതാ പിന്നിലേക്ക് പോവാണ്. ഇപ്പം നമ്മുടെ തൊട്ട് ബൈക്കിൽ വേറെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗൈഡ് ഓൾറെഡി അവരെ വിളിച്ചു പറഞ്ഞതാണ്. അങ്ങനെ അടുത്ത വണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം, അതായത് നമ്മൾ ഗേറ്റിംഗിലേക്ക് എത്താറാകുന്നോടം വരെ ഇതാ അവരെ നമ്മൾ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലടാ അതിൽ നോക്കൂ. പോയി എന്താണേലും ഈ ഒരു ട്രിപ്പ് ശരിക്കും വർത്തായി എന്ന് പറയാം കേട്ടോ. നമ്മൾ കാത്തു നിന്നതിൻ്റെ ഫലം നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ നേരെ ഇതാ ഓപ്പോസിറ്റ് റോഡിലേക്ക് വന്നു. അവൻ ഇറങ്ങി വരാൻ സാധ്യതയുള്ള വഴി ഇതാണ്. അങ്ങോട്ടേക്ക് വന്നു. ഇവിടെ നമുക്ക് മ്ലാവിൻ്റെ അലാങ്കോൾ ഇപ്പോൾ കേൾക്കാവേ നല്ലതായിട്ട്. സോ ഇതിലെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഗൈഡ് ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയേക്കുവാണ്. ഗൈഡിനേക്കാൾ ഒരുപാട് ഏജ് ഉള്ള ഒരാളാണ് ഡ്രൈവർ. പക്ഷേ ഗൈഡ് പറയുന്നതിനനുസരിച്ച് ഇവർക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ പിറകേട്ടെടുക്കുന്ന കാര്യത്തിൽ മാത്രം അത്ര സെറ്റായില്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല വിഷ്വൽസ് കിട്ടിയേനെ. ഈ കാട്ടിനകത്തൂടെ ലെപ്പേഡിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല. ഇപ്പോൾ ഇതാ മക്കാക്ക് നല്ല രീതിയിൽ അലാം തരുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്തിരുന്നിട്ടാണ് മക്കാക്ക് പുലിയെ കണ്ടിട്ട് അലാം തരുന്നത്. പക്ഷേ പുള്ളി പുറത്തേക്ക് വരുന്നില്ല കേട്ടോ. ഒരു വണ്ടി അപ്പുറം വെയിറ്റ് ചെയ്യുന്നുണ്ട്, 2 വണ്ടി നമ്മുടെ പിന്നിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ സമയം തീരാറായി. അതുകൊണ്ട് തന്നെ ഇനി അധികം സമയം നമുക്ക് നോക്കി നിൽക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മുടെ പെഞ്ചിലെ ലാസ്റ്റ് സഫാരിയും കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് വാണ്ടർലെസ് ടീം സൈനിങ് ഓഫ്.